ദളപതി വിജയുടെ ജനനായകൻ എന്ന സിനിമയ്ക്കകത്തെ രാവണ മവണ്ട എന്നുള്ള ഒരു സോങ് പുറത്തു വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കൽ ഐറ്റമാണ്. ഉറപ്പായിട്ട് തിയേറ്ററിൽ നിന്ന് കത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ ദളപതിയുടെ ആ ഒരു സ്വാഗം സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഈ ഒരു സോങ്ങിൻ്റെ രീതി, പുള്ളിയാണ് പെർഫോം ചെയ്യുന്ന രീതിയാണെങ്കിൽ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ആണെങ്കിൽ രോമാഞ്ചം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലിറിക്സ് ആണെങ്കിലും ഒക്കെ പീക്ക് ലെവലാണ്. പാടിയിരിക്കുന്നതൊക്കെയാണ് ഹെവി. അതിനേക്കാളും കൂടുതൽ ദളപതിയുടെ ഓറയാണെങ്കിൽ ഇങ്ങനെ ലെവലായിട്ട് ഇങ്ങനെ കയറി പോയിരിക്കുകയാണ് ഗ്രാഫ്. അമ്മാതിരി സാധനമാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലാണെങ്കിൽ കത്തിക്കാനുള്ള ഐറ്റം ഉണ്ടെന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് കൂടെ ആകുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം അടിച്ച് വേറൊരു മൂഡിലായിരിക്കും നമ്മൾ തിയേറ്ററിൽ ഇരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിരുദ്ധാണെ കത്തിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ അറിയാം ഇത് വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന് അറിഞ്ഞ് വെച്ച് പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത് ആൾക്കാർ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും ഈ ഒരു സിനിമയാണെങ്കിൽ നല്ലൊരു പടമായിട്ട് തന്നെ പുറത്തു വരും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സോങ്ങും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണുമ്പം പടം കൂടെ നല്ലതാണെങ്കിൽ പിന്നെ നോക്കേണ്ടതിനെ തിരിഞ്ഞ് തമിഴ് സിനിമേൻ്റെ ഫസ്റ്റ് 1000 കോടി തൂക്കം എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും രാവണ മവണ്ട എന്ന് പറഞ്ഞുള്ള സോങ് ആണെങ്കിൽ കത്തിക്കൽ ഐറ്റമാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു പേരെ വരലാറാണ് എൻ്റെ ഫേവററ്റ് സോങ്. ഇപ്പോൾ രാവണ മവണ്ട കേൾക്കുമ്പോൾ അതിനൊരു ടഫ് കൊടുത്ത് നിൽക്കുന്ന രീതിക്കാണ് ഇപ്പോൾ തോന്നുന്നത്. ഉറപ്പായിട്ടും റിപ്പീറ്റായിട്ട് ഒരു 2-3 വട്ടം കൂടെ കേൾക്കുമ്പോഴത്തേക്കിനും ഇതായിരിക്കും നമ്മുടെ ഫേവററ്റ് സോങ്. അമ്മാതിരി ഒരു പീക്ക് ലെവൽ സാധനമാണ് അനിരുദ്ധിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയും ഈ ഒരു സോങ്ങും പിന്നെ ദളപതി വിജയ് ആണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെ ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.